നായയും ഇസ്ലാമും തമ്മിൽ എന്താണ്? നായയെ നികൃഷ്ടജീവിയായും നായ്ക്കളോട് കൂടി പെരുമാറുന്നവരെ നികൃഷ്ടരായും മുസ്ലിങ്ങൾ ഗണിക്കുന്നു എന്ന തരത്തിൽ വ്യാപക ആഖ്യാനമുണ്ട്. പല ഓൺലൈൻ ഇസ്ലാംവാദികളും മറുപടികളും നൽകുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഉൽപ്പതിഷ്ണു മൗലവി നായയെ തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന നിയമത്തെ പരിഹസിച്ചും അങ്ങനെ ഹദീസിലില്ലെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടു. എന്താണ് ബഹുസ്വര സമൂഹത്തിൽ നായ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്? കള്ളനായ എന്ന് വിളിക്കുന്നത് എന്താണ്? കള്ളനായ എന്ന് വിളിച്ചാൽ എന്താണ് എല്ലാവരും അത് എല്ലാ പൊതുസമൂഹത്തിലുള്ള രീതിയാണ്. പൊതുസമൂഹത്തിൽ മനുഷ്യനെ ശകാരിച്ച് ചീത്ത വിളിക്കുകയാണെങ്കിൽ അത് അപ്പോഴും പറയാം. അത് ഇംഗ്ലീഷിൽ ഡോഗ് എന്ന് പറയും, ചിലത് നായ എന്ന് പറയും, ചിലത് പട്ടിയെന്ന് പറയും, തെക്കോട്ടൊക്കെ പോയാൽ പട്ടി എന്ന് പറയും, ഇതാണ് പറയാം. അപ്പം ആ രീതിയിലുള്ള ഒരു നിലപാട് നായയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് വെച്ചിട്ട് നായയോടായിട്ട് പ്രത്യേകം എന്താണ് ഇസ്ലാമിന്? ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നായയെ വേട്ടയാടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഉരുവിനെ നായ പിടിച്ചാൽ ആ ഉരുവിനെ നമുക്ക് ഭക്ഷിക്കാം വിസ്മം ചൊല്ലി വിട്ടിട്ട് അതിൻ്റെ നിയമപ്രകാരം ഒത്തതാണെങ്കിലല്ലേ ഇസ്ലാമിൽ. അപ്പം നായയെ സൂക്ഷിക്കേണ്ടിടത്തും സ്വത്ത് കാക്കാൻ നിൽക്കുന്നിടത്തും മനുഷ്യരോട് ഇത്രയധികം ഇണക്കവും കൂറും പുലർത്തുന്ന ഒരു ജീവി വേറുണ്ടാവില്ല എന്നുള്ള നിലക്ക് ആ നായനെ കണ്ട് എന്തെല്ലാം നിയമമുണ്ടോ അതൊക്കെ എല്ലാ മതത്തെയും പോലെ ഇസ്ലാമിനുണ്ട്. പക്ഷേ നായയെ പടച്ച റബ്ബ് നായ എന്ന് പറയുന്ന ജീവിയെ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നനവോടുകൂടെ സ്പർശിച്ചാൽ അവിടെ കഴുകണം. ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല, ഇല്ലാതെ അള്ളാഹുവിൻ്റെ ത്വവാഫ് ചെയ്യാൻ പറ്റൂല, ത്വഹാറത്ത് ആവശ്യമായ സംഗതികളൊന്നും പറ്റൂല. ഇതാണ് നായയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു വിധി. ഇത് തന്നെ നജസാണ് എന്ന് പറയുന്ന കാര്യത്തിൽ 4 മദ്ഹബുകളും ഏകകണ്ഠമായി പറയുന്ന ഖണ്ഡിത നിയമമല്ല. 4 മദ്ഹബിൽ ഇമാം മാലിക് എന്നവർ അത് ശുദ്ധിയുള്ള ജീവിയാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ താബിയങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ മുജ്തഹിദികൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് 4 മദ്ഹബിലെ 3 മദ്ഹബും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നായ നജസാകുന്നു, അത് സ്പർശിച്ചാൽ കഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നവരാണ്. കഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ ഈ 3 മദ്ഹബുമുണ്ട്. എന്നാൽ മാലിക് മദ്ഹബ് നായ തലയിട്ടാൽ പാത്രത്തിൽ 7 പ്രാവശ്യം കഴുകണമെന്ന ഹദീസ് അത് സ്വീകരിക്കുന്നു. അത് പക്ഷേ നജസായത് കൊണ്ടല്ല, 7 പ്രാവശ്യം കഴുകണമെന്ന് പ്രത്യേകം പറഞ്ഞതും മണ്ണ് കൂട്ടിച്ചേർക്കണം 1 പ്രാവശ്യം എന്ന് പറഞ്ഞത് തന്നെയും അത് നേസല്ലാത്തത് കൊണ്ടല്ലേ എന്നാണ് ഇമാം മാലിക് എന്നവർ ചോദിക്കുന്നത്. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക നേസായത് കൊണ്ടാണ് എന്നാണ്. സാധാരണ നേസല്ല. സാധാരണ നേസാണെങ്കിൽ അത് വൃത്തിയാവോളം കഴുകണം എന്നാ പറയാ. ഇത് വൃത്തിയായാലും വേണം 7 പ്രാവശ്യം കഴുകുക എന്ന് നിയമം പാലിക്കാൻ. അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തുക എന്ന് പറയുന്നത് പ്രാവശ്യം പാലിക്കാൻ എന്ന് ഹദീസ് വന്നതുകൊണ്ട് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് ഇമാം അബൂ ഹുറൈറ എന്നുള്ള ഹദീസ്. ഈ ഹദീസിനെ ആധാരമാക്കി ഇതൊരു പ്രത്യേക നേസാണ്, മുഅല്ലലായ നേസാവുന്നു എന്ന് ഷാഫിഈ ഇമാം പറയുന്നു. അബൂ ഹനീഫ ഇമാം 7 പ്രാവശ്യം കഴുകേണ്ടതില്ല, 3 പ്രാവശ്യം കഴുകിയാൽ മതി എന്നൊക്കെ പറയുന്ന മദ്ഹബുകളുമുണ്ട്. ഏതായാലും നായ സ്പർശിച്ചാൽ അത് കഴുകണം, അശുദ്ധമാകുന്നതാണ് ജീവി എന്ന് നായയെ പടച്ച റബ്ബ് വിവരിച്ചു തന്ന വിവരമാണ്. അവൻ്റെ തിരുദൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അറിയിച്ചു തന്ന വിവരമാണ്. അത് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ബാബിൽ നമ്മൾ പാലിക്കും. അല്ലാത്തതിൽ നായി നമ്മളൊക്കെ പൊതുസമൂഹം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ. തെരുവ് നായ്ക്കൾ ആർക്കൊക്കെ ശല്യമായോ അത് നമുക്കും ശല്യം, ആർക്കൊക്കെ അത് ശല്യമല്ലോ അത് നമുക്കും ശല്യമല്ല. ആർക്കൊക്കെ തെരുവ് നായ്ക്കൾ ഉപകാരപ്രദമാണോ അത് നമുക്കും ഉപകാരപ്രദമാണ്. എന്തൊക്കെ ഉപകാരത്തിന് നായ്ക്കളെ പറ്റും വളർത്തു നായകളെങ്കിൽ ആ ഉപകാരങ്ങൾക്കൊക്കെ നായകളെ വളർത്താനും സൂക്ഷിക്കാനും പറ്റുമെന്ന് തന്നെയാണ് നമുക്കുള്ളത്. നജസാവുക എന്ന് പറയുന്നത് അതായത് വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ തട്ടിയാൽ നിസ്കരിക്കാൻ പറ്റൂല, അതേപോലെ ത്വവാഫ് ചെയ്യാൻ പറ്റൂല, ശുദ്ധി ആവശ്യമുള്ള ഇടപാടുകളൊന്നും പറ്റൂല, മലിനമാക്കാൻ പാടില്ല വസ്ത്രവും ശരീരവും എന്ന വിഷയത്തിൽ നായ ഒരു പ്രത്യേക ജീവിയാണ് എന്ന് നായയെ പടച്ച റബ്ബ് പറയുന്ന നിയമം നമ്മൾ പറയുന്നു. നായയോടായിട്ട് മാത്രം ഒന്നുമില്ല. നായ മറ്റു ജീവികൾക്കുള്ളതുപോലെ നനവുള്ള കരളാണെങ്കിൽ ആ കരളിന് എന്ത് കൊടുത്താലും തിന്നാൻ കൊടുത്താലും കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് നായും പെടുന്നു. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലായിട്ട് ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നൊക്കെ ബുഖാരി ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പോൾ ആ നിലക്ക് നായയോടുള്ള ശത്രുതയല്ല, നായയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിലപാടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ നിലക്ക് നായയെക്കുറിച്ച് പറയുന്ന ഒരു രീതി പൊതുസമൂഹം മൊത്തം സമ്മതിക്കുന്നതാണ്. ചീത്ത പറയുമ്പോൾ മനുഷ്യനെ നായയെന്ന് വിളിക്കുക. അപ്പോൾ ആ പറയുന്ന ഒരു രീതി നായക്കുണ്ട്. അത് താഴ്ച എന്നാണോ പറയുമെങ്കിൽ താഴ്ചയാവും. മനുഷ്യനോളം ഏതായാലും ഇല്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല. നായകൾ ജീവിച്ചാലും തെരുവ് നായകൾ തെരുവ് തണ്ടിയാലും ആകെ നിറഞ്ഞാലും വേണ്ടിയില്ല, മനുഷ്യനാണ് ആകെ കുഴപ്പമെന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിൻ്റെയും രീതിയും കാട്ടുമൊക്കെ. പക്ഷേ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പോലും തെരുവ് നായ്ക്കളെ പ്രത്യേകം ബന്ദ് ചെയ്തുകൊണ്ട് കൂട്ടിലടച്ചുകൊണ്ട് വേണം, സുഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് വേണം നിൽക്കാൻ, അല്ലാതെ ശല്യം കൂടിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പോലും വിധിക്കേണ്ട അത്ര ശല്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നില്ല എന്തായാലേ. അപ്പം അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ തടുക്കേണ്ടി വരും. പിന്നെ പേപ്പട്ടി എന്നൊക്കെ പറയുന്നത് നായകളിൽ തന്നെയല്ലേ അധികം കാണുന്നുള്ളൂ. ആ പേയൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവും.
അപ്പം അങ്ങനത്തെ ഒരു ജീവി എന്നൊക്കെ ഉള്ളത് എല്ലാവരും കാണുന്നമാരും മുസ്ലിമീങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ ആവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടെ ആ നായയോടുള്ള സ്പർശനവും തട്ടലും അത് നമ്മുടെ പാത്രങ്ങളിലും ഭക്ഷണങ്ങളിലും തലയിട്ടുകൊണ്ടും ഒക്കെ വരുന്നതും തടയണം എന്ന് പഠിപ്പിക്കുക മാത്രമാണ് നായയെ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ തിരുദൂതരായ നബി. അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകം.